നമസ്കാരം. KH ന്യൂസിൻ്റെ മിഡ് ടൈം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ജപ്പാനിൽ US വ്യോമതാവളത്തിൽ സ്ഫോടനം, 4 സൈനികർക്ക് പരിക്ക്. ജപ്പാനിലെ US വ്യോമതാവളത്തിലുണ്ടായ സ്ഫോടനത്തിലാണ് സൈനികർക്ക് പരിക്കേറ്റത്. ജപ്പാൻ്റെ തെക്കൻ ദ്വീപായ ഒക്കിനാവയിലെ US വ്യോമതാവളത്തിലാണ് സ്ഫോടനം നടന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് അധികൃതർ അറിയിച്ചു. ലോസ് ആഞ്ചലസിൽ കുടിയേറ്റക്കാരുടെ പ്രക്ഷോഭം. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ അനധികൃത കുടിയേറ്റക്കാരുടെ പ്രക്ഷോഭം തടയാൻ സൈന്യത്തെ വിന്യസിച്ച് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. 700 US മറീനുകളാണ് താൽക്കാലികമായി അവിടെ വിന്യസിച്ചിരിക്കുന്നത്. അതേസമയം പ്രതിഷേധങ്ങൾ അമർച്ച ചെയ്യാൻ നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിച്ചതിനെതിരെ കാലിഫോർണിയ സ്റ്റേറ്റ് കേസ് ഫയൽ ചെയ്തു. മാതാപിതാക്കളുടെ ശാസന ഭയന്ന് 13-കാരൻ കീടനാശിനി ഉപയോഗിച്ച് ജീവനൊടുക്കി. ഈജിപ്തിൽ പുകവലിച്ചതിന് മാതാപിതാക്കൾ വഴക്ക് പറയുമെന്ന് പേടിച്ച് കീടനാശിനി കുടിച്ചാണ് വിദ്യാർത്ഥി ജീവനൊടുക്കിയത്. 13 വയസ്സുകാരനായ മഹ്മൂദ് ആണ് ഈജിപ്തിൽ വീര്യം കൂടിയ കീടനാശിനി കുടിച്ച് മരിച്ചത്. ബസ്സിൽ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന 9,98,500 രൂപ പിടിച്ചെടുത്തു. മഞ്ചേശ്വരത്ത് ബസ്സിൽ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന തുകയായിരുന്നു പിടിച്ചെടുത്തത്. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് പണം പിടികൂടിയത്. പണവുമായി വന്ന മുളിയാർ സ്വദേശി ഷെയ്ഖ് അരീഫിനെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ കൂട്ടുത്തരവാദിത്തം വേണമെന്ന് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ TS വിനോദ് കുമാർ പറഞ്ഞു. കേരള കൗമുദി, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, SN വനിതാ കോളേജ്, NSS, KHRA എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് SN വനിതാ കോളേജ് സെമിനാർ ഹാളിൽ സുരക്ഷിത ഭക്ഷണം മെച്ചപ്പെട്ട ആരോഗ്യം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. വിലക്കയറ്റം പിടിമുറുക്കി. മത്സ്യമാംസാദികളുടെ ചെലവിൽ സാധാരണക്കാരും ഇടത്തരം കച്ചവടക്കാരും കഷ്ടത്തിൽ. കേരളത്തിൽ മീന്, ഇറച്ചി എന്നിവയുടെ വില റെക്കോർഡ് നിലയിലേക്ക് കുതിച്ചുയരുകയാണ്. 2 ആഴ്ചയേറെയിലായി മത്സ്യവില ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിയിറച്ചിയുടെ വിലയും ഗണ്യമായി കൂടിയിട്ടുണ്ട്. ബീഫിന് മുൻപേ തന്നെ ഉയർന്ന വിലയാണ്. മത്സ്യലഭ്യത കുറവാണ് ഈ വിലക്കയറ്റത്തിന് പ്രധാന കാരണമെന്ന് പറയുന്നു. അറബിക്കടലിൽ തീയാളുന്ന ചരക്ക് കപ്പൽ വാൻഹായ് 503 കേരള തീരത്ത് ഉയർത്തുന്നത് വലിയ പാരിസ്ഥിതിക ഭീതി. കപ്പലിലെ തീ നിയന്ത്രണാതീതമായെങ്കിലും ഉള്ളിലെ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. തീ അണയ്ക്കാനുള്ള കോസ്റ്റ് ഗാർഡിൻ്റെയും നാവികസേനയുടെയും ശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിൽ കപ്പൽ മുങ്ങുമെന്നാണ് അധികൃതർ പറയുന്നത്. തൃശ്ശൂരിൽ കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ട മതിലകം സ്വദേശി ജിഷ്ണുവിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 വർഷത്തേക്ക് തൃശ്ശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണമുണ്ടായിരിക്കെ ഏപ്രിൽ 3, 4 തീയതികളിൽ മതിലകത്തുള്ള വീട്ടിലും പരിസരത്തും വന്നതിനാണ് ജിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തത്. ഭക്ഷണം വൈകിയെന്ന് ആരോപിച്ച് ഹോട്ടൽ മാനേജരെ ആക്രമിച്ചു. പേരാമ്പ്ര വടകര റോഡിൽ മലബാർ ഭവൻ ഹോട്ടലിലെ മാനേജർ സിദ്ദിഖിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30 സംഭവം. പേരാമ്പ്ര സ്വദേശിയായ യുവാക്കളാണ് ആക്രമണത്തിന് പിന്നിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലും വ്യാപാരികളും ചേർന്ന് ശക്തമായ പ്രതിഷേധ പ്രകടനമാണ് പേരാമ്പ്രയിൽ നടന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.